shutting down. After a hurt, conflict, or an overwhelming situation, some people go for a complete silence. They want to sit alone, they just want to disappear. ശരിയല്ലേ? പല ആൾക്കാരും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ റെസ്പോണ്ട് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ തന്നെ ചില ആൾക്കാർ അതിനെ സൈലൻസിലോട്ട് കൊണ്ടുപോവാണ്. മിണ്ടാതിരിക്കണം, ഒറ്റയ്ക്കിരിക്കണം, ഇച്ചിരി സമാധാനം കിട്ടാനായിട്ട് ഓടി നടക്കുന്ന ഒരു സ്വഭാവം. അവര് മറ്റുള്ളവരോടല്ലേ they avoid eye contact, they avoid words, they avoid people, disappear ആവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇത് ഹേർട്ട് ചെയ്യുന്ന അവരുടെ പ്രിയപ്പെട്ടവർക്കാണ് കൂടുതലായിട്ട്. ബിക്കോസ് they feel rejected, they are confused, they are hurt. അവിടെ ഇമോഷണൽ ഡിസ്റ്റൻസിങ് ഉണ്ടാവുകയാണ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരികയാണ്. പ്രോബ്ലമിന്റെ സൊല്യൂഷൻ കിട്ടുന്നില്ല. ദേ ആർ ഡൂയിങ് ദിസ് ടു പ്രിവെന്റ്. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. ഇതിനെയാണ് സ്റ്റോൺ വാളിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേൺ മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന ടു ഷീൽഡ് ദെംസെൽസ്. മുന്നോട്ട് നീ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ചിലപ്പം പഴയ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന കേസസ് കാണും. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, you can take space, you can take your time. പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യം, before that you should express the need for a space. അവരോട് സംസാരിക്കുക, I need few minutes, I will come back. ആ ഒരു അഷ്യൂരിറ്റി keeps your trust safe. ആ ഒരു സോഫ്റ്റ്ലി സ്പോക്കൺ കാര്യങ്ങള് അവരെ നിലനിർത്തും. അതുമല്ല, don't take much time. റിട്ടേണിംഗ് എളുപ്പമാവണം. സൈലൻസ് ടെൻഷനെ ചിലപ്പോൾ റിഡ്യൂസ് ചെയ്യും, പക്ഷേ ലോങ് ടേം ആയാൽ ഇറ്റ് ഇൻവൈറ്റ്സ് ലോങ് ടേം പെയിൻ. സോ എപ്പോഴും ഓർക്കുക, റണ്ണിങ് അവേ ഈസ് ഈസി, ബട്ട് സ്പീക്കിംഗ് അപ്പ് യുവർ ഫീലിംഗ്സ് ഈസ് ദ റിയൽ കറേജ്. ഗോഡ് ബ്ലെസ്.